friends, welcome back to my YouTube channel SHAROOK vlogs. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ഹാൻഡ് വാഷ് ഉണ്ടാക്കിയാണ്. ഒരു പെർഫെക്റ്റ് ഹാൻഡ് വാഷ് ആണ്. നിങ്ങൾക്ക് വീഡിയോ കാണപ്പോൾ അറിയാം ഇത് എത്രത്തോളം നമ്മൾ എഫേർട്ട് ചെയ്തിരുന്നു. ഒരുപാട് എഫേർട്ട് ചെയ്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറെ രണ്ട് സാധനം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ മാക്സിമം സപ്പോർട്ടും ഷെയറും ചെയ്യുക. അപ്പോൾ ഗൈസ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത് ബെല്ലൈക്കണോ മാത്രമേ ഞാൻ വ്യത്യസ്തമായ വീഡിയോസിനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇപ്പോൾ വീഡിയോയിലോട്ട് ഇടക്കാം. സാധനങ്ങളെന്ന് പറയുമ്പോൾ രണ്ട് സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒന്നാമതായി ഒരു സോപ്പ് ഫുള്ളാ ഗ്രേറ്റ് ചെയ്തതാണ്. കാണാം, ഒരു സോപ്പ് ഇത് ക്യൂട്ട് ചെയ്ത ബ്യൂട്ടി സോപ്പിൻ്റെ അതാണ്. ഒരു സോപ്പ് ഫുള്ളാ നമ്മൾ ഗ്രേറ്റ് ചെയ്തതാണ്. രണ്ട് ഇപ്പോഴത്തെ വെള്ളം ഇത് എത്ര ഇതായിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞില്ല. ഇത്ര ഒരു ഇത് വരും. ഇത് അത്യാവശ്യം വലിയ കപ്പാണ്. ഗ്ലാസ് എന്ന് പറയുമ്പോൾ 3 ഗ്ലാസ് വെള്ളം, അതാണ് ഇതിൻ്റെ അളവെന്ന് പറയുമ്പോൾ. ഈ രണ്ട് സാധനം മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ബാക്കി വീട്ടിൽ നമ്മൾ ഈ സാധനം വെച്ചാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്തേക്കണം. ഫ്ലാഷ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഒരു റിഫ്ലക്ഷൻ അടിക്കുന്നത്. ഗൈസ് ഇത് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനമാണ്. എല്ലാ പാത്രക്കടയിലും അവൈലബിൾ ആണ്. നമുക്ക് കാണാം ഇത്ര കുറേ ഇതൊക്കെ ഉണ്ട്, ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇത് സ്ലൈസറാണ്. ഇതും അതേപോലെ ബീട്രൂട്ട് ഒക്കെ ചെയ്യണതാണ്. പിന്നെ ഇത് ബനാനയൊക്കെ വെച്ച് ചിപ്സ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് മിക്കുള്ളവരെ വീട്ടിലും കാണും ഗൈസ്. ഇതൊക്കെ വെച്ചാണ് നമ്മളിന്ന് ചെയ്ത നമ്മുടെ സോപ്പ് ഇത് വെച്ചാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റൗ ആദ്യമേ കത്തിക്കാം. ഇപ്പോൾ സ്റ്റൗ കത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാം. ഇപ്പം നമ്മുടെ പാത്രം ഇതേപോലത്തെ ഒരു ചീനിച്ചട്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ തിളയ്ക്കണം. ഇതെല്ലാവരും മസ്റ്റ് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ ഗൈസ്. നല്ലപോലെ തിളച്ചോണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് ഇപ്പം ചെറുതായിട്ട് കൈ നല്ല ചെറിയ ചൂടേ ഉള്ളൂ. ഇപ്പം ചൂടാകണം. നല്ല തിളച്ച് നല്ല ബബിൾസ് വരണം. 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കണം. അപ്പം നിങ്ങൾക്ക് കാണാമെന്ന് അറിഞ്ഞൂടാ ഗൈസ്, നമ്മുടെ ചെറിയ ബബിൾസ് വന്നിട്ടുണ്ട് ഇവിടെ. നല്ല ചൂടുണ്ട്. ഇതിൻ്റെ അടുത്ത് ആരും കയ്യിൽ നിന്ന് വെച്ച് പൊള്ളരുത്. നമ്മളെ കൊറോണ സമയത്തൊക്കെ ഇത് ആവശ്യമുണ്ട്. മിക്കുള്ള സ്ഥലത്തും ആവശ്യമുണ്ട്. മിക്കുള്ള വീഡിയോയിലും 4-5 ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചാണ് ചെയ്യുന്നത്. നമ്മൾ വെറും വെള്ളവും സോപ്പും മാത്രം വെച്ചാണ് ഗൈസ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കട്ടയ്ക്ക് എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം. ഇപ്പം ചെറിയ ബബിൾസ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം ഗൈസ്. ഇപ്പത്തിൽ കൂടെ തിളച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പത്തിൽ കൂടെ ബബിൾസൊക്കെ ഫോം ആയിട്ടുണ്ട്. പിന്നെ ചെറിയ സ്മോക്കൊക്കെ വരുന്നുണ്ട് ചെയ്യുന്നു. മനസ്സാണ്ട ഇപ്പം ഇത് ഫുൾ സിമ്മിൽ ഒന്നിനും വെക്കണ്ട. ഇത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഫുള്ളിൽ തന്നെ ഇരിക്കണം. ഇപ്പം നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം സ്മോക്ക് ഒക്കെ വന്ന് ഈ തിള മതി ഗൈസ്. ഈ തിള മതി നമുക്ക്. ഇനി നമുക്ക് ഇത്ര തിള മതി ഗൈസ്. ഇപ്പോൾ ഒരു 100 ഡിഗ്രി സെൽഷ്യസിൽ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഈ ഒരു തിളച്ചത് മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ ഇതേപോലെ തന്നെ പാത്രം എടുത്തിട്ടുള്ള ഈ തിളച്ച ചൂടുവെള്ളം ഈ തിളച്ച ചൂടുവെള്ളം ഇതിലേക്ക് ഇറക്കി വെക്കണം. ഇനി നമുക്ക് ഇറക്കി വെക്കലിലേക്ക് കിടക്കാം. നമുക്കിപ്പോൾ ഇറക്കി വെക്കാൻ ഇത് നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പുക വരുന്നുണ്ട്. ഈ ഹോട്ട് ബേബി നല്ല ചൂടാണ് ഗൈസ്. നമുക്കിതിലേക്ക് സോപ്പ് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം.
നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 25 മിനിറ്റ് റെസ്റ്റ് ഇരിക്കട്ടെ, എന്നാലേ സാധനം ആവുള്ളൂ. ഇനി അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഒരു അബദ്ധം പറ്റുന്നുണ്ട്. 5 മിനിറ്റ് വല്ല എടുത്താൽ നമ്മൾ 12 മണിക്കൂറാണ് റെസ്റ്റ് വെച്ചിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ആ 12 മണിക്കൂർ റെസ്റ്റ് വെച്ചിട്ടുള്ള സാധനം കട്ടിയായ ലൂസാണ് എങ്ങനെ നമുക്കൊന്ന് നോക്കാം. ഒരുമാതിരി അലുവ കഷ്ണം പോലെയൊക്കെ ആയിട്ടുണ്ട്. സ്ലൈം പോലെ ആയിട്ടുണ്ട് ഗൈസ്. അടിപൊളി, നല്ല കട്ടിയായിട്ടുണ്ട് ഗൈസ്. മിക്സ് ചെയ്യാൻ ഇതേപോലത്തെ ഒരു ബൗളാണ് എടുത്തേക്കണത്. ഇത് എല്ലാ കടയിലെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഒരു പാത്രം എടുത്താലും മതി. നമ്മളിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം വലിയതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. നമുക്കതിലുള്ള ബാക്കി സാധനങ്ങളൊന്ന് വടിച്ച് വീട്ടാം. ഇതിൻ്റെ ബാക്കി പ്രോസസ്സിലേക്ക് കിടക്കാം. നല്ലപോലെ ഇളക്കണം കേട്ടോ ഗൈസ്. ഇത് മെനക്കെട്ട പണിയാണ്, പക്ഷെ ചെയ്താൽ നമുക്ക് കൊറോണയെ തുരത്താം നമ്മളെ നാട്ടിൽ നിന്ന്. നമ്മളിപ്പോൾ 5 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ പരിവ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഈ ഹാൻഡ് വാഷിൻ്റെ ഓരോ കുപ്പിയിലേക്ക് നമുക്ക് ഒഴിക്കാം. നമുക്ക് ഫസ്റ്റ് ഇത് തന്നെ ഇതിൻ്റെ മൂടി ഒഴിക്കണം. അപ്പോൾ ഓരോന്നിൻ്റെയും മൂടി ഒഴിക്കാം. എന്നിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു വെച്ച് വീഴ്ത്തി നമ്മളതിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ ഒഴിക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഒഴിച്ചാം ഇതിലോട്ട്. നമ്മളിപ്പോൾ ഏത് കളറുണ്ട് സോപ്പ് എടുക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ഓറഞ്ച് സോപ്പ് എടുത്തോണ്ടാണ് ഓറഞ്ച് കളർ ഹാൻഡ് വാഷ്, വെള്ളം എടുത്ത വെള്ള കിട്ടും. നമ്മളിപ്പോൾ ഗൈസ് ചെറുതായിട്ട് വീഴുന്നുണ്ട്. പയ്യെ പയ്യെ ഇറങ്ങിപ്പോളൂ ഗൈസ്. അപ്പോൾ വീണ് നിറഞ്ഞുകൊണ്ടിരിക്കണം. ഏറെക്കുറെ നിറയാറായിട്ടുണ്ട്, നിറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കത് എടുക്കാം.
ഗൈസ് അത് നിങ്ങൾക്ക് കാണാതെ നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തത് വെച്ച് കൊടുക്കാം. ഗൈസ് ലൈറ്റിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ട്. ഇതാരും മാക്സിമം ക്ഷമിക്കണം. ഇനി ബാക്കി വന്ന് ഗൈസ് ഒരു സോപ്പും 3 ഗ്ലാസും വെള്ളവും ചെയ്തപ്പോൾ ഒരു വലിയ ബോട്ടിലും അത്ര ഉള്ളൊരു എത്ര ഉള്ളൊരു ബോട്ടിലും എന്താ ഗൈസ് ഇത്ര ഉള്ളൊരു ബോട്ടിലും നിറഞ്ഞിട്ടുണ്ടത്. ഇനി നമുക്ക് അതിനെ മൂടി വെച്ച് കൊടുക്കാം ഗൈസ്. ഇനി നമുക്ക് അതിൻ്റെ പുറത്ത് വീഴുന്ന സോപ്പ് നമ്മളെ ഹാൻഡ് വാഷ് ലിക്വിഡൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കാം. നമുക്ക് കാണാൻ കൈസാണ്ട് വേണ്ട പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ഇറ്റ്സ് മീ ഷാറുഖ് സൈനിങ് ഔട്ട് ഫ്രം ഷാറുഖ് വ്ലോഗ്സ്. അപ്പോൾ നമുക്ക് എല്ലാവരും വീട്ടിൽ സുരക്ഷിതമായിരിക്കുക. അപ്പം ടാറ്റ ബൈ ബൈ.